അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദശാംശ സംഖ്യകളുടെ മടങ്ങുകൾ എങ്ങനെ കാണാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ദശാംശ സംഖ്യകളെ എങ്ങനെയാണ് ഗുണിക്കാം എന്നാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടും ദശാംശ സംഖ്യകളായാൽ എങ്ങനെയായിരിക്കും നമ്മൾ ഗുണിക്കുക? ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഒരു റെക്റ്റാങ്കിൾ, അതായത് ഇത് ഒരു ചതുരം. ഈ ചതുരത്തിന്റെ നീളം 8.5 സെന്റിമീറ്റർ. ഈ ചതുരത്തിന്റെ വീതി 6.5 സെന്റിമീറ്റർ. ഒരു ചതുരത്തിന്റെ ഏരിയ എങ്ങനെ കാണണം എന്ന് നമുക്കറിയാം അല്ലേ? അതായത് നീളം ഇൻറ്റു വീതിയാണ്. ഏരിയ നീളം ഇൻറ്റു വീതി. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ നമുക്ക് ഈ ചതുരത്തിൻ്റെ ഏരിയ എങ്ങനെ കാണാം? നമുക്ക് നീളം അറിയാം, വീതി അറിയാം അല്ലേ? അപ്പോൾ ഏരിയ എങ്ങനെ വരും? നീളം എത്രയാണ്? 8.5 ഇൻറ്റു വീതി 6.5. അപ്പോൾ ഇത് രണ്ടും ഡെസിമൽ നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവയെ എങ്ങനെ ഗുണിക്കും? നാം കഴിഞ്ഞ ക്ലാസ്സിൽ മടങ്ങുകൾ കണ്ടു അല്ലേ? അവിടെ നമുക്ക് ഒരു ഡെസിമൽ നമ്പർ ഉണ്ടായുള്ളൂ, മറ്റേത് 5 അല്ലെങ്കിൽ 6, 6 ഇരട്ടി അല്ലെങ്കിൽ 8 ഇരട്ടി അങ്ങനെയായിരുന്നു അല്ലേ? അപ്പോൾ അവിടെ നാം എന്താണ് ചെയ്തത് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യാനുള്ളൂ. അതായത് ഈ ഡെസിമൽ ഫോമിൽ നിന്ന് ഇവരെ മാറ്റി രണ്ടാളെയും മാറ്റിയിട്ട് എന്താക്കണം? ഫ്രാക്ഷൻ ആക്കണം. അതായത് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിതിനെ രണ്ടിനെ എന്താക്കാം? ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ 8.5 എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കാം? 8.5 അല്ലേ? അപ്പോൾ നമ്മൾ 85 ബൈ ഈ ദശാംശ സ്ഥാനത്ത് എത്ര അക്കം ഉണ്ട്? ഒരക്കം അല്ലേ? അപ്പോൾ 10 കൊണ്ട് ഹരിക്കുക. ഇൻറ്റു ഞാൻ 6.5 എങ്ങനെ മാറ്റും? 65 ബൈ ഇവിടെയും ഒരു സംഖ്യ ഉള്ളൂ അല്ലേ? ഒരക്കമുള്ളൂ, അതുകൊണ്ട് ബൈ 10. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 85 ഇൻറ്റു 65 അല്ലേ? 85 ഇൻറ്റു 65 ഒന്ന് ഗുണിക്കാം. 85 ഇൻറ്റു 65. അപ്പോൾ നമുക്ക് ഇവർ തമ്മിൽ ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 5, 5, 2, 5 അല്ലേ? ബൈ നോക്കിയേ 10 ഇൻറ്റു 10. അടിയിൽ 10 ഇൻറ്റു 10 ഉണ്ട്, മറക്കണ്ട. 10 ഇൻറ്റു 10 എത്രയാണ്? 100. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 2 0 ഉണ്ട്, 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ്. അപ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ എത്ര വരും? ഈക്വൽ ടു 55.25. ഇത് സെൻറ്റിമീറ്ററിലാണ്, അതുകൊണ്ട് ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ നാം എന്ത് ചെയ്തു? നാം വേറെ ഒന്നും ചെയ്തില്ല. ഈ രണ്ടിനെയും എന്താക്കി മാറ്റി? ഫ്രാക്ഷൻ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതി. എന്നിട്ട് മുകളിലത്തെ തമ്മിൽ ഗുണിച്ചു ബൈ ഇവർ തമ്മിൽ ഗുണിച്ചിട്ട് ആ പോയിന്റ് അതിനനുസരിച്ച് മാറ്റി എഴുതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് നാം അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 74. അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 3 ചോദ്യങ്ങളുണ്ട്. അതൊന്ന് നമുക്ക് വേഗം ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? ഫൈൻഡ് ദി ഏരിയ ആൻഡ് സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 6.25 മീറ്റേഴ്സ് ആൻഡ് വിഡ്ത്ത് 4.2 മീറ്റേഴ്സ് അല്ലേ? അത് നാം ഇപ്പോൾ ചെയ്ത അതേ രൂപത്തിലുള്ളൊരു ചോദ്യമാണ്. അതായത് 6.25 മീറ്റർ നീളം തന്നിട്ടുണ്ട്, 4.2 മീറ്റർ വീതിയുള്ള ഒരു ചതുരം. ആ ചതുരത്തിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് 6.25, വീതി തന്നിട്ടുണ്ട് 4.2, അത്രയും മീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ഇതിൻ്റെ ഏരിയ അല്ലേ? അപ്പോൾ നമുക്കറിയാം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു, അതായത് പരപ്പളവ് അല്ലേ? ചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് നീളം ഇൻറ്റു വീതി. അപ്പോൾ ഇവിടെ നമുക്ക് നീളം അറിയാം, വീതിയും അറിയാം അല്ലേ? അപ്പോൾ 6.25 ഇൻറ്റു 4.2. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യണം? ഈ പോയിന്റ് കളയണം അല്ലേ? ഇവിടെ ദശാംശ സ്ഥാനത്ത് എത്ര അക്കം ഉണ്ട്? 2 അക്കം അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 625 ബൈ 100. അപ്പോൾ അതിനെ മാറ്റി ഇൻറ്റു, ഇതിനെ മാറ്റണം അല്ലേ? ഇവിടെ എത്ര ഒക്കെ ഉണ്ട്? ഒരെണ്ണം ഉള്ളൂ അല്ലേ? അപ്പോൾ
42/10. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മുകളിലുള്ളത് തമ്മിൽ ഗുണിക്കുക അല്ലേ? അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കിയാൽ 625 × 42. അപ്പോൾ 2625 നമുക്ക് ഉത്തരം കിട്ടി. ഏത് ഗുണിച്ചപ്പോൾ? ഈ മുകളിലുള്ളത് തമ്മിൽ ഗുണിച്ചപ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 26250. ഇനി ബൈ അടിയിൽ ആരുണ്ട്? മറക്കരുത്, ആരുണ്ട്? 100 × 10 അല്ലേ? അടിയിൽ 100 × 10 ഉണ്ട്. 100 × 10 എത്രയാണ്? 1000. 10 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഒരു 0 കൂട്ടിയിട്ടാൽ മതി അല്ലേ? അപ്പോൾ 1000. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? 3 0 ഉണ്ട് അല്ലേ? അപ്പോൾ 1 2 3. അപ്പോൾ ഇവിടെ പോയിന്റ് വരും. എത്ര വരും അപ്പോൾ? = 26.25. 25 0 ഇട്ടാലും 0 ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അത്ര മീറ്ററിലാണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ ഏരിയയാണ് മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ദി വെയിറ്റ് ഓഫ് 1 milliliter ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് 0.91 gram. വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് 10.5 milliliter ഓഫ് കോക്കനട്ട് ഓയിൽ അല്ലേ? അതായത് ഒരു മില്ലിലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0.91 gram. അങ്ങനെയാണെങ്കിൽ 10.5 milliliter വെളിച്ചെണ്ണയുടെ ഭാരം എത്രയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് 1 milliliter വെളിച്ചെണ്ണയുടെ ഭാരം തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ 10.5 milliliter വെളിച്ചെണ്ണയുടെ ഭാരം എത്രയായിരിക്കും? 1 milliliter വെളിച്ചെണ്ണയുടെ ഭാരത്തെ എന്ത് ചെയ്യണം? 10.5 കൊണ്ട് ഗുണിക്കുക അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം 1 milliliter വെളിച്ചെണ്ണയുടെ ഭാരം. അപ്പോൾ വെയിറ്റ് ഓഫ് 1 ml ഓഫ് കോക്കനട്ട് ഓയിൽ അല്ലേ? അതായത് 1 milliliter വെളിച്ചെണ്ണയുടെ ഭാരം എത്രയാണ്? 0.91 gram. അങ്ങനെയാണെങ്കിൽ 10.5 milliliter വെളിച്ചെണ്ണയുടെ ഭാരം. വെയിറ്റ് ഓഫ് 10.5 ml ഓഫ് കോക്കനട്ട് ഓയിൽ. 10.5 milliliter വെളിച്ചെണ്ണയുടെ ഭാരം എത്രയായിരിക്കും? ഇതിനെ 0.91 എന്ത് ചെയ്യണം? നമ്മൾ 10.5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് ആക്കണം അല്ലേ? = 0.91. അതിനെങ്ങനെ ആക്കും? ഇവിടെ ദശാംശ സ്ഥാനത്ത് എത്രയൊക്കെ ഉണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പോൾ നാം അതിനെന്ത് വേണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 91 പോയിന്റ് കളഞ്ഞ് എഴുതി 91/100. അപ്പോൾ ഇതിനെ മാറ്റി. ഇനി ഇതിനെങ്ങനെ മാറ്റും? 10.5 അല്ലേ? ഇവിടെ ഒരു സംഖ്യ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 105/10. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? 91/100 × 105/10 അല്ലേ? മുകളിൽ ഏതൊക്കെ ഉണ്ട്? 91 101 ഉണ്ട് അല്ലേ? അപ്പോൾ തമ്മിലൊന്ന് ഗുണിക്കുക. അപ്പോൾ 105 × 91. അപ്പോൾ നമുക്ക് കിട്ടി 9555 അല്ലേ? 9555. ഇവർ തമ്മിൽ ഗുണിച്ചപ്പോൾ ഇനി അടിയിൽ എന്തുണ്ട്? 100 × 10 അല്ലേ? 100 × 10 എത്രയാണ്? ഒരു 0 കൂടി ചേർത്തിട്ട് അല്ലേ? അപ്പോൾ 1000. അപ്പോൾ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? 3 0. അപ്പോൾ 1 2 3 അല്ലേ? അപ്പോൾ 9 കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പോൾ 9.555. അപ്പോൾ 9.555 gram. ഇതാണ് 10.5 milliliter വെളിച്ചെണ്ണയുടെ ഭാരം. അപ്പോൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം? ദി പ്രൈസ് ഓഫ് 1 liter ഓഫ് പെട്രോൾ അല്ലേ? 1 ലിറ്റർ പെട്രോളിൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട് 110 രൂപ 12 പൈസ അല്ലേ? അതായത് 110.12 rupees. വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് 2.5 liter ഓഫ് പെട്രോൾ? അതായത് അങ്ങനെയാണെങ്കിൽ 2.5 ലിറ്റർ പെട്രോളിൻ്റെ വില എത്രയാണ് അല്ലേ? അപ്പോൾ 1 ലിറ്റർ പെട്രോളിൻ്റെ വില തന്നിട്ടുണ്ട്. നമുക്ക് 2.5 ലിറ്റർ പെട്രോളിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 1 ലിറ്റർ പെട്രോളിൻ്റെ വിലയെ 2.5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 1 ലിറ്റർ പെട്രോളിൻ്റെ വില. പ്രൈസ് ഓഫ് 1 ലിറ്റർ ഓഫ് പെട്രോൾ, അതായത് 1 ലിറ്റർ പെട്രോളിൻ്റെ വില എത്രയാണ്? 110.12 അല്ലേ റുപ്പീസ്. ഇനി നമുക്ക് 2.5 ലിറ്റർ പെട്രോളിൻ്റെ വില കാണണം. അപ്പോൾ പ്രൈസ് ഓഫ് 2.5 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ, അതായത് 2.5 ലിറ്റർ പെട്രോളിൻ്റെ വില എത്ര വരും? ഇതിനെ 110.12 ഏതുകൊണ്ട് ഗുണിക്കണം? 2.5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇത് ഗുണിക്കാൻ നാം എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റാം അല്ലേ? അപ്പോൾ 110.12 ഇവിടെ എത്ര ഉണ്ട്? 2 അക്കങ്ങളാണുള്ളത്. അപ്പോൾ നാം എന്ത് വേണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ?
അപ്പോൾ 11012 പോയിൻ്റ് കളഞ്ഞെഴുതി ബൈ 100. ഇനി ഇൻറ്റു 2.5 മാറ്റണ്ടേ? അപ്പോൾ എങ്ങനെ എഴുതാം? 25 ബൈ ഇവിടെ ഒരു അക്കമാണുള്ളത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ 25 കൊണ്ട് ഗുണിക്കുക അല്ലേ? അതായത് അപ്പോൾ 11,012നെ നാം എന്ത് ചെയ്യുന്നു? 25 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഗുണിച്ച് നോക്കിയാൽ അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 27530 അല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. അപ്പോൾ 2753000, സോറി 2 പൂജ്യം ഉള്ളൂ. ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. ബൈ എന്തുണ്ട് അടിയിൽ? 100 × 10. 100 × 10 എത്രയാണ്? 1000 അല്ലേ? ഇനി നമുക്ക് 1000 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1 2 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം അല്ല? 1 2 3 ഇവിടെ പോയിന്റ് വരും. അതായത് 275.3. ഇത്ര രൂപയാണ് എന്തിന് വരാം? 2.5 ലിറ്റർ പെട്രോളിന് വേണ്ടി വരിക. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ, അതായത് ഗുണനക്രിയകൾ. ഇപ്പോൾ 2 സംഖ്യകൾ 314 × 12. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? നമുക്ക് ഗുണിച്ച് നോക്കേണ്ടത് വരും അല്ലേ? 314 × 12 8 2 6 അല്ലേ? 4 1 3 അപ്പോൾ എത്ര വരും? 8 4 2 6 7 3. ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. 3768 കിട്ടി. 314 ഞാൻ 31.4 നാക്കി × 12. അപ്പോൾ ഇവ ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും ഉത്തരം കിട്ടുക? അപ്പോൾ ഇത് നാം പഠിച്ച പോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നാം ചെയ്യാം? ഇപ്പോൾ നോക്കിയാൽ 331.4 × 12 അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റും അല്ലേ? = 314/10 × 12 അല്ലേ? ഇങ്ങനെ നമ്മൾ എഴുതും. എന്നിട്ട് എന്ത് എഴുതും? 314നെ 12 ഗുണിക്കും അല്ലേ? 314 × 12 നമ്മൾ ഓൾറെഡി ഇവിടെ ഗുണിച്ചിട്ടുണ്ട്. എത്ര കിട്ടിയത്? 3768 ബൈ അടിയിൽ 10 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? ഒരു സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇടും. അതായത് 376.8 എന്ന് ഉത്തരം കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടി 376.8. ഇപ്പോൾ 3.14 × 12 3.14 × 12 അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ മാറ്റി എഴുതും? 314 ബൈ ഇതിനെ മാറ്റും അല്ലേ? 100 × 12. അപ്പോൾ നമ്മൾ 314 × 12 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 3768 ബൈ 100 അല്ലേ? 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടും അല്ലേ? അതായത് 37.68 അല്ലേ? അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 37.68. 3.14 പകരം 314 അതേ രീതിയിൽ തന്നെ എഴുതുന്നു. ഇൻറ്റു 12 ഞാൻ 1.2 എന്ന് എഴുതി. ഇങ്ങനെയാണെങ്കിൽ ഉത്തരം എത്ര കിട്ടും? നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം അല്ലേ? അതായത് 314 × 12 സീക്രട്ട് എങ്ങനെ എഴുതാം? സോറി 1.2. അപ്പോൾ എങ്ങനെ എഴുതാം? 314 അതിനങ്ങനെ തന്നെ എഴുതി ഇൻറ്റു 1.2ന് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ആക്കണം അല്ലേ? അതായത് 12/10. അപ്പോൾ 314 12 തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3768 കിട്ടും. ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 376.8. ഇനി ഇതിൻ്റെ പോയിന്റ് ഒന്നും കൂടി നീക്കി വിചാരിക്കാം. ഇപ്പോൾ 314 × 1.2 എന്നുള്ളത് 0.12 എന്നിട്ട് അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ 314 × 0.12 അല്ലേ? അതായത് 314 × ഇതിനെ മാറ്റുമ്പോൾ എന്ത് വരും? 2 അക്കങ്ങളുണ്ട് അല്ലേ? അപ്പോൾ 12/100. അപ്പോൾ ഇവർ തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? 3768 കിട്ടി. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം അല്ലേ? അപ്പോൾ 1 2 അപ്പോൾ 37.68 വന്നു അല്ലേ? അപ്പോൾ 37.68 വന്നു ഉത്തരം.
അപ്പോൾ ഇവിടെ നമ്മൾ ഗുണിച്ച സംഖ്യകൾ അല്ലേ, അതിൻ്റെ അക്കങ്ങളൊക്കെ സെയിം തന്നെയാണ്, അത് ഒരേ ഓർഡറിലാണ് കിടക്കുന്നത് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പകരം എന്താണ് മാറിയത്, ഈ പോയിന്റുകൾ ദശാംശ സ്ഥാനം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടു. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരങ്ങളിലെ ദശാംശ സ്ഥാനങ്ങളൊക്കെ എവിടെയാണ് വരുന്നതെന്ന് നോക്കിയേ. അപ്പോൾ നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. 31.4 ഇൻറ്റു 1.2, രണ്ടിന് പോയിന്റ് കൊടുത്തു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും, അതായത് 31.4 ഇൻറ്റു 1.2. ഇതിൻ്റെ അങ്ങനെ എഴുതാം, ആദ്യം ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം അല്ലേ. അപ്പം 314/10 ഇൻറ്റു 1.2നെ 12/10 എന്ന് എഴുതാം. 3768 അല്ലേ, ബൈ 10 × 10 100. അപ്പോൾ എത്ര ആയിരിക്കും ഉത്തരം, ഇവിടെ 2 0 ഉണ്ട്, 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടുമ്പോൾ 37.68 കിട്ടി. അപ്പോൾ ഇവിടെ കിട്ടിയ ഉത്തരം 37.68. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ഗുണിക്കുന്ന സംഖ്യകളുടെ ദശാംശ സ്ഥാനത്ത് എത്ര അക്കമുണ്ടോ അത്രയും അക്കങ്ങൾ എവിടെ ഉണ്ടായിരിക്കും, നമുക്ക് കിട്ടിയ ഈ പ്രൊഡക്റ്റിൻ്റെ ദശാംശ സ്ഥാനത്തും ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ, അതായത് ഇവിടെ എത്ര അക്കമുണ്ടോ, എത്ര ദശാംശ സ്ഥാനത്ത് എത്ര അക്കമുണ്ടോ അത്ര അക്കങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇവിടെ ആകെ ഒരെണ്ണുള്ളൂ അല്ലേ, അപ്പോൾ ഉത്തരത്തിൽ 1, ഇവിടെ 1 2 അപ്പോൾ ഉത്തരത്തിൽ 2, ഇവിടെ 1 അപ്പോൾ ഉത്തരത്തിൽ 1, ഇവിടെ ഇതിന് 2 അപ്പോൾ ഉത്തരത്തിൽ 2, ഇവിടെ ഇതിനൊന്ന് ഇതിനൊന്ന് അപ്പോൾ മൊത്തം 2, അപ്പോൾ ഇവിടെയും മൊത്തം 2. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 76 ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൽ ആദ്യത്തെ ചോദ്യം. ഇതിനെന്താണ്, നമുക്ക് 2 സംഖ്യകൾ, അതായത് 1234 ഇൻറ്റു 56, അതിൻ്റെ ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട് 69,104. ഇത് വെച്ചുകൊണ്ട് നാം എന്ത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ സംഖ്യകൾക്കൊന്നും മാറ്റില്ല അല്ല, അതേപോലെ ഒരേ ഓർഡറിലാണ് കിടക്കുന്നത്. എന്തിനാണ് മാറ്റുള്ളത്, ആകെ ഈ പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാലുള്ള ഉത്തരം ഇതാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഈ പോയിന്റുകൾ നോക്കിയിട്ട് പോയിന്റ് കൃത്യമായിട്ട് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, സംഖ്യ തന്നെ വരാം, ഇതന്നെയാണ് സംഖ്യ അല്ലേ, ഉത്തരം ഇതന്നെയാണ് കിട്ടുക നമുക്ക്. ഇനി പോയിന്റ് നോക്കിയാൽ 1 2 3, ഇവിടെ 3 സ്ഥാനത്തിൽ നീങ്ങിയാണ് പോയിന്റ് അല്ലേ, ഇവിടെയോ ഇല്ല. അപ്പോൾ ആകെ എത്ര വരും, ഉത്തരത്തിൽ എത്ര വരും, ഉത്തരത്തിൽ 1 2 3 അല്ലേ, അതായത് 69.104, ഇതാണ് ഉത്തരം. ഇനി രണ്ടാമത്തതോ 12.34 ഇൻറ്റു 56 അല്ലേ, സംഖ്യ സെയിം തന്നെയാണ്. ഇനി നോക്കിയേ എവിടെയൊക്കെയാണ് പോയിന്റ് വരാം, ഇവിടെ 1 2 ഇവിടെ 1 അല്ലേ, അപ്പോൾ 2ഉം 1ഉം 3, അപ്പോൾ ഉത്തരത്തിൽ 1 2 3 സ്ഥാനം നീക്കിയിട്ടായിരിക്കും പോയിന്റ് വരിക, അതായത് 69.104 തന്നെ. ഇനി അടുത്ത നോക്കിയേ, ഇവിടെ എത്ര വരും, ഒരെണ്ണുണ്ട്, ഇവിടെ എത്ര ഉണ്ട്, 1 2 അല്ലേ, അപ്പോൾ 2ഉം 1ഉം 3, അപ്പോൾ 1 2 3, അപ്പോൾ 69 കഴിഞ്ഞിട്ട് തന്നെ, അപ്പോൾ അതായത് 69.104, അതേ ഉത്തരം തന്നെ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ പോയിന്റ് ഇല്ല, ഇവിടെയോ 1 2 3 അല്ലേ, 3, അപ്പോൾ ഉത്തരത്തിലും 1 2 3, അപ്പോൾ എത്ര വരും, 69.104 തന്നെ. ഇനി അതിൽ ഒരു ചോദ്യം കൂടി എന്താണ്, അതായത് 6.9104, ഈ ഉത്തരം കിട്ടണം, 6.9104, ഈ ഉത്തരം കിട്ടണ എത്ര പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം ഇത് കിട്ടണം അല്ലേ, അതായത് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ 1 2 3 4, 4 സ്ഥാനം മാറ്റിയിട്ടാണ് ഇവിടെ പോയിന്റ്, അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. ഒന്നാമത്തത് എങ്ങനെ ചെയ്യാം, ഉത്തരത്തിൽ 4 എണ്ണം വരാം, അപ്പോൾ 1 2 3 4 ഇൻറ്റു 56 അല്ലേ, ഇതാണ് നമ്മുടെ 2 സംഖ്യകൾ. അപ്പോൾ നമുക്ക് ഉത്തരം 6.9104 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടിനും കൂടിയിട്ട് 4 എണ്ണം വരാൻ പാടില്ല അല്ലേ, 4 സ്ഥാനം. അപ്പോൾ നമുക്ക് നോക്കിയാൽ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ജോഡി എടുക്കാം, 1 2 3 4. അപ്പോൾ നമുക്ക് ഇത് തന്നെ തുടങ്ങാം. ആദ്യം പോയിന്റ് ഇവിടെ കൊടുത്തു, പോയിന്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ 1 2 3 4 അല്ലേ, അപ്പോൾ ഇവിടെ 1 2 3 4, 4 സ്ഥാനങ്ങൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഗുണിച്ചാൽ ഇത് കിട്ടും. ഇനി അടുത്തത് 1 2 3 4 ഇൻറ്റു 56 അല്ലേ, ഇവിടെ നമുക്ക് 6.9104 കിട്ടണം. അപ്പോൾ നമുക്ക് പണി ചെയ്യാം, ഇവിടെ നമ്മൾ 4 എണ്ണം എടുത്തു അല്ലേ, ഇനി ഇവിടെ 3 എണ്ണം എടുക്കാം, 3 പോയിന്റ്, അപ്പോൾ 1 2 3 ആയി അല്ലേ.
ഇനി ഒരെണ്ണം ഇവിടെ നിന്ന് എടുക്കാം, ഇവിടെ നിന്ന് എടുക്കാം. മൊത്തം എത്രയായി? ഇവിടെ 1 2 3, ഇവിടെ 1 അല്ല, അപ്പോൾ 4 ആയി. അപ്പോൾ ഇവിടെ 1 2 3 4 ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തത് 3 4 ഇൻറ്റു 56 അല്ലേ? ഇതന്നെ നമുക്ക് ഉത്തരം കിട്ടണം. അപ്പോൾ എന്ത് വേണം? ഇവിടെ നമ്മളിപ്പോൾ 3 എണ്ണം എടുത്ത് നീക്കിയിട്ടു അല്ലേ? ഇവിടെ നമുക്ക് 2 എണ്ണം നീക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ 12.34. അപ്പോൾ ഇവിടെ എത്ര കൊടുക്കേണ്ടി വരും? നമുക്ക് 4 മൊത്തം കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെയും 2 കൊടുക്കേണ്ടി വരും. ഇവിടെ ഒരു 0 കൊടുക്കാം. അപ്പോൾ 1 2 1 2 2 2 4 അല്ലേ? അപ്പോഴും നമുക്ക് ഈ ഉത്തരം കിട്ടും. ഇനി അടുത്ത ജോഡി ഇങ്ങോട്ട് നോക്കിയേ. നമുക്ക് ഇത് കിട്ടാൻ എത്ര വേണം? ഇവിടെ നമ്മൾ 2 എണ്ണം നീക്കിയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ പോയിൻ്റ് ആക്കാം. ഒരെണ്ണം നീക്കി പോയിൻ്റ് ഇടാം. അപ്പോൾ 123.4. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വേണ്ടി വരും? ഇവിടെ 4 എണ്ണം വേണം അല്ലേ? ഇവിടെ 1 ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇവിടെ എത്ര വേണ്ടി വരും? 3 സ്ഥാനം നീക്കി പോയിൻ്റ് വരണം അല്ലേ? അപ്പോൾ 1 2. അപ്പോൾ എന്ത് വേണം? നമ്മുടെ ഒരു 0 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കിവിടെ 0 ആഡ് ചെയ്തിട്ട് 0.56 എന്ന് എഴുതിയിട്ട് ഇവിടെ പോയിൻ്റ് ഇടാം. ശരിയല്ലേ? അപ്പോൾ 1 2 3 1 4. അപ്പോൾ നമുക്ക് ഇതേ ഉത്തരം തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു 0 കൂടി കൊടുക്കുക. തുടങ്ങുമ്പോൾ ഒരു 0 ഇരുന്നോട്ടെ. ഇനി അഞ്ചാമത്തെ ജോഡി കൊടുക്കാം നമുക്ക്. 1 2 3 4 ഇൻറ്റു 56 അല്ലേ? അപ്പോൾ എന്തുവാണ് ഇവിടെ നമുക്ക്? ഇവിടെ 4 എണ്ണം കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇതിന് പോയിൻ്റ് ഒന്നും കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര പോയിൻ്റ് കൊടുക്കേണ്ടി വരും? എത്ര സ്ഥാനം നീക്കി പോയിൻ്റ് കൊടുക്കേണ്ടി വരും? 4 സ്ഥാനം നീക്കി പോയിൻ്റ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ 1 2 3 4 എന്നിട്ട് ഇവിടെ പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ ഉത്തരത്തിൽ എന്ത് വരും? 1 2 3 4 സ്ഥാനം നീക്കി പോയിൻ്റ് വന്നു. അപ്പോൾ ഇത്ര രീതിയിൽ ചെയ്താൽ നമുക്ക് ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അതിൽ രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നോക്കിയാൽ 2 സംഖ്യകൾ അല്ലേ? 1.234 ഇൻറ്റു 5.67. ഇത് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം ഏത് ജോഡികൾ തമ്മിൽ ഗുണിച്ചാലാണ് അതേ ഉത്തരം കിട്ടുക എന്നാണ് ചോദ്യം. നമുക്ക് തന്നിട്ടുള്ള അക്കങ്ങൾ അല്ലേ, സംഖ്യകളൊക്കെ സെയിം തന്നെയാണ് അല്ലേ? അവയുടെ ഓർഡറൊക്കെ ശരിയാണ്, ഒരേ സംഖ്യകൾ തന്നെയാണ്. പക്ഷെ എന്താണ്, ഇവർ പോയിന്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന അതേ ഉത്തരം ഇതിൽ ഏത് ജോഡികൾ തമ്മിൽ ഗുണിച്ചാലാണ് കിട്ടുക. അപ്പോൾ ഇവർ തമ്മിൽ ഗുണിച്ചാൽ അല്ലേ, ഇത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആള്. ഇവർ തമ്മിൽ ഗുണിച്ചാൽ ആൻസറിൽ ഉത്തരത്തിൽ ദശാംശ സ്ഥാനത്ത് എത്ര അക്കങ്ങൾ ഉണ്ടായിരിക്കും? നമുക്കറിയാം അല്ലേ? ഇവിടെ 2, ഇവിടെ 1 2 3. അപ്പോൾ മൊത്തം 5 എണ്ണം ഉണ്ടായിരിക്കും അല്ലേ? അതായത് ഡെസിമലിൻ്റെ സ്ഥാനത്ത് എത്ര എണ്ണം വേണം? 5 അക്കങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദശാംശ സ്ഥാനത്ത് എത്ര അക്കങ്ങൾ ഉണ്ടായിരിക്കും? ഇവിടെ നോക്കിയാൽ 1 2, ഇവിടെ 1 2 3 അല്ലേ? അപ്പോൾ 3 2 5, മൊത്തം 5 അക്കങ്ങൾ ഉണ്ടായിരിക്കും ദശാംശ സ്ഥാനത്ത് അല്ലേ? ഇവിടെയും 5 അക്കം തന്നെയാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇത് ഓക്കെയാണ്. ഇവിടെ ദശാംശ സ്ഥാനത്ത് എത്ര അക്കം ഉണ്ട്? 1 2 3 അല്ലേ? ഇവിടെ ഇല്ല. അപ്പോൾ ആകെ 3 അക്കങ്ങളുള്ളൂ. അപ്പോൾ ഇവ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിൽ എത്ര വരുള്ളൂ? 3 അക്കങ്ങളെ ദശാംശ സ്ഥാനത്ത് വരുള്ളൂ അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് എത്ര വേണം? 5 എണ്ണം വേണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് ഗുണിച്ചാൽ നമുക്ക് ഈ ഉത്തരം കിട്ടില്ല. ഇനി അടുത്തത് നോക്കിയേ. ഇവിടെ എത്ര അക്കങ്ങൾ വരും ദശാംശ സ്ഥാനത്ത്? 1 2 3 4, പിന്നെ 1 2 അല്ലേ? അപ്പോൾ 4 2 6 എണ്ണം വരും. ഇവ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എത്രേ പാടുള്ളൂ? 5 എണ്ണേ പാടുള്ളൂ അല്ലേ? അപ്പം ഇതും ശരിയാവില്ല. ഇവ തമ്മിൽ ഗുണിച്ചാൽ ഈ ഉത്തരം കിട്ടില്ല. ഇനി അടുത്തത് നോക്കിയേ. ഇവിടെ 1 2 3, ഇവിടെ 1 അല്ലേ? അപ്പോൾ 3 1 4. നമുക്ക് എത്ര വേണ്ടത്? 5 എണ്ണം വേണം അല്ലേ? അപ്പം ഇതും ശരിയാവില്ല. ഇനി ഇത് നോക്കിയേ. ഇവിടെ 1 ദശാംശ സ്ഥാനത്ത് ഒരെണ്ണം, ഇവിടെ 1 2 3 4. അപ്പോൾ 4 1 5 അല്ലേ? അപ്പോൾ ഇവിടെ ഗുണിച്ചാൽ എത്ര വേണ്ടത് നമുക്ക്? 5 എണ്ണം അല്ലേ? 5 എണ്ണം തന്നെയാണ്. അപ്പോൾ ഇത് ഗുണിച്ചാൽ നമുക്ക് ഇത് ഗുണിക്കുന്ന അതേ ഉത്തരം തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം കൂടി ഒന്ന് ചെയ്യാം. ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ദി ഫോളോയിങ്. അതായത് ഇവിടെ നമുക്ക് കുറച്ച് എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ ഗുണിച്ചിട്ട് ഇതിലെ ഏറ്റവും വലിയ പ്രൊഡക്റ്റും ഏറ്റവും ചെറിയ പ്രൊഡക്റ്റും കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഗുണിച്ച് നോക്കിയിട്ട് ഏറ്റവും ചെറുത് ഏതാണ് ഏറ്റവും വലുതാണെന്ന് കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് ആദ്യത്തത് 0.11 ഇൻറ്റു 0.11. അത് നമ്മൾ എന്ത് വേണം? ഇവിടെ അക്കങ്ങൾ ഏതൊക്കെയാണ്? 11 11 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 11 ഇൻറ്റു 11 ഒന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ 11 ഇൻറ്റു 11 എത്ര വരും? 1 1 1 1 അല്ലേ? അപ്പോൾ 1 2 1. അപ്പോൾ നമുക്ക് 121 കിട്ടി. ഇവിടെ എത്ര സ്ഥാനമുണ്ട് ദശാംശ സ്ഥാനത്ത്? 1 2. ഇവിടെയോ
1 2 അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ എത്ര വേണം? മൊത്തം 4 എണ്ണം വേണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 1 2 3 4 അല്ലേ. അപ്പോൾ ഒരു 0 ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.0 ഒരു 0 ചേർത്ത് 1 2 1. ഇനി അടുത്തത് ഇത് നമ്മൾ ഗുണിക്കേണ്ട കാരണം എന്താണ്? നമ്മുടെ 11 × 11 ഓൾറെഡി ഗുണിച്ചിട്ടുണ്ട് അല്ലേ. അതേ 11 തന്നെയാണ് ഇവിടെയുള്ളൂ. പിന്നെന്താണ്? പോയിന്റ് മാറിയെന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം ഇത് തന്നെയാണ് കിട്ടുക, 121. 11 × 11 121. ഇനി പോയിന്റ് എങ്ങനെ മാറാൻ നോക്കിയാൽ ഇവിടെ ഒരു സ്ഥാനം അല്ലേ, ഇവിടെയും ഒരു സ്ഥാനം. അപ്പോൾ മൊത്തം ദശാംശ സ്ഥാനത്ത് എത്ര അക്കങ്ങളുണ്ട്? 1 1 2 അല്ലേ. അപ്പോൾ ഇവിടെ 1 ഇങ്ങോട്ട് 1. അപ്പോൾ എത്ര വരും? 1.21. അപ്പോൾ 1.21. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ഇവിടെ നമ്മൾ ഒരേ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം പോയിന്റിൻ്റെ ഇടയിൽ പോയിന്റ് വരുന്ന രൂപത്തിൽ തന്നെ എഴുതാം. ഇനി അടുത്തത് നോക്കിയാൽ 1.01 × 1.01 അല്ലേ. അപ്പോൾ നമുക്കിത് പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ 11 11 ഗുണിച്ചതുള്ളൂ. ഇവിടെ 11 അല്ല 101 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 101 × 101 ഗുണിച്ച് നോക്കാം. 101 × 101. അപ്പോൾ ഇവ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് ഇതാണ് ഉത്തരം കിട്ടിയത്. ഇനി നമ്മുടെ പോയിന്റ് നോക്കിയേ, ഇവിടെ 2 സ്ഥാനം അല്ലേ, ഇവിടെയും 2. അപ്പോൾ 2 2 4. അപ്പോൾ ഇവിടെ എത്ര വരും? 1 2 3 4. അപ്പോൾ നമുക്ക് 1.0201 എന്ന് വന്നു ഉത്തരം. ഇനി ഇവിടെ നോക്കിയേ, 0.101 × 1.1 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇത് 101 × 101 അല്ലേ. ഇവിടെ 101 × 11 വരാം അല്ലേ. പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ 101 × 11. അതുകൊണ്ട് നമുക്ക് അതൊന്ന് ഗുണിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ 101 × 11. അപ്പോൾ ഇവർ തമ്മിൽ ഗുണിച്ച് എഴുതാൻ കിട്ടും ഉത്തരം. ഇനി നമ്മുടെ പോയിന്റ് എവിടെ വരും? ഇവിടെ നോക്കിയാൽ 1, പിന്നെ ഇവിടെ 1 2 3 അല്ലേ. അപ്പോൾ 3 3 4. അപ്പോൾ 1 2 3 4 ഇവിടെ ആയിരിക്കും പോയിന്റ് വരാം അല്ലേ. അപ്പോൾ നമുക്ക് 0.1111 10.1 × 0.101 അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ 101 × 101 അല്ലേ. നമ്മൾ ഓൾറെഡി ഗുണിച്ചിട്ടുണ്ട്. അവിടെ 101 × 101 നമ്മൾ ഓൾറെഡി ഗുണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഉത്തരം വരാം. അതിൽ നമ്മൾ പോയിന്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ പോയിന്റ് എവിടെ വരും? ഇവിടെ 1, ഇവിടെ 1 2 3 3 3 4 അല്ലേ. അപ്പോൾ ഇവിടെ 1 2 3 4, അതായത് 1.0201. അപ്പോൾ ഇതാണ് ഇവയുടെ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുതാണെന്ന് കണ്ടുപിടിക്കണം. ഈ പോയിന്റിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വലുതും ചെറുതും കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. ഈ പോയിന്റ് ഒന്നും എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല. നോക്കിയേ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പിന്നെ പറഞ്ഞു അല്ലേ, 1s 10s അല്ലേ. അതുപോലെ തന്നെ 10 1 100 1 ഒക്കെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ഇവിടെ നിൽക്കുക, 1ന്റെ സ്ഥാനത്ത് 0, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 1 അല്ലേ. അപ്പോൾ 1ന്റെ സ്ഥാനത്ത് ഒറ്റയുടെ സ്ഥാനത്ത് ഏതൊക്കെ? ഈ 3 1 ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ 3ൽ 1 ആയിരിക്കും ഏറ്റവും വലുത്. ഇനി അപ്പോൾ ഇതിൽ 3ൽ ഏതായിരിക്കും ഏറ്റവും വലുത്? അപ്പോൾ നമ്മൾ അടുത്തേക്ക് കിടക്കാം. അടുത്ത് നോക്കിയാൽ 10ൽ 1 അല്ലേ, 10th. അത് പോയിന്റ് കഴിഞ്ഞ് തൊട്ടടുത്തോട്ട് എടുക്കുക. ഇവിടെ ഏതാണ്? 2. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഏതാണ്? 0. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഏതാണ്? 0 അല്ലേ. അപ്പോൾ ഏതായിരിക്കും വലുത്? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഏതാണ്? ഇതാണ് അല്ലേ, 2 ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലുത് ഏതായിരിക്കും? ഇതാണ് ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് ആദ്യത്തിന് ഉത്തരം കിട്ടി. ഗ്രേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണ്? 1.21. ഇനി നമുക്ക് ഏറ്റവും ചെറുത് കണ്ടുപിടിക്കണം. ചെറുത് നോക്കിയാൽ 1ന്റെ സ്ഥാനത്ത് ഏതൊക്കെയാണുള്ളത്? ഇവിടെ 0 അല്ലേ. അപ്പോൾ ഇവർ 3 വലിയവരുണ്ട്, അവരെ മാറ്റി നിർത്താം. ഇനി നോക്കിയാൽ ഇവിടെ 0, ഇവർ 0, ഇതും 0 അല്ലേ. അപ്പോൾ ഇവർ തമ്മിലാണ് മത്സരം. ഇനി അടുത്തത് നോക്കിയാൽ പോയിന്റ് കഴിഞ്ഞിട്ട് 10ൽ 1, അതായത് 10ന്റെ സ്ഥാനത്ത് ഇവിടെ ഏതാണ്? ഇവിടെ 0, ഇവിടെ ഏതാണ്? ഇവിടെ 1 ആണ് അല്ലേ. അപ്പോൾ ഇവൻ വലുതാണ്. അപ്പോൾ ഇതിനേക്കാളും വലുതാണ് ഇവൻ അല്ലാണ്. അപ്പോൾ ഏറ്റവും ചെറുതാരാണ്? ഇവനാണ് ഏറ്റവും ചെറുത്. മനസ്സിലായില്ലേ? അപ്പോൾ ലീസ്റ്റ് പ്രൊഡക്റ്റ്, ഏറ്റവും ചെറിയ ഗുണനഫലം ഏതാണ്? 0.0121. അപ്പോൾ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ